എന്തുവാ പ്രീത ഇടുന്ന കാശ് എൻ്റെ എൻ്റെയും കൂടെ അച്ഛൻ വി സഹദേവൻ്റെ കാശ് അവിടെ അവളാണ് വാങ്ങിക്കുന്നത് കാർഡിനകത്ത്. അതിൽ നിന്നുള്ള 15,000 രൂപ അവിടെ തരുന്നത്. അല്ലാതെ അവിടെ കാശൊന്നുമല്ല ഞാൻ വാങ്ങിക്കുന്നത്. പിന്നെ പറയാം അവിടെ ഡിപ്പെൻഡൻ്റ് ആ ഡുപ്പൻ, അവളെ ഡിപ്പെൻഡ് ചെയ്താണോ ഇരിക്കുന്നത്? അങ്ങനെയൊക്കെ കഥയുണ്ടാക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എനിക്ക്? മനസ്സിലായില്ലേ? അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഇന്നോ ലോകത്തുണ്ട്. സുഹോദരിയൊക്കെയാണ് ശരിയാ. പക്ഷേ എന്ന് പറഞ്ഞോണ്ടേ പല രീതിയിലുള്ള അവള് പറയും അവിടെ കാശാ എനിക്കെല്ലാം തന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് പറഞ്ഞാൽ ഒരു കാലത്തോ പറഞ്ഞില്ലല്ലോ. അങ്ങനെ വേണ്ടല്ലോ. അവിടെ കാശല്ലല്ലോ ഞാൻ വാങ്ങിക്കുന്നത്. എന്റെ കാശാ വാങ്ങിക്കുന്നത്. അവിടെ ഞാൻ കാശല്ല, എന്റെ കാശാ. അതാ പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല, എനിക്കേ ഉള്ളൂ. അതാ പറഞ്ഞത്. അച്ഛന്റെ കാശ് അവളല്ലേ കാർഡ് വാങ്ങിക്കുന്നത്. നിങ്ങളുടെ അച്ഛന്റെ പൈസ എന്റെ കാശാ. ആര് പറഞ്ഞല്ലെന്നും പിന്നെ അവളല്ലയോ കാർഡ് വെച്ചോണ്ടിരിക്കുന്നത്. ഈ എന്റെ കാശാന്ന് പിന്നെ അവിടെ കയ്യിൽ എങ്ങനെ കാർഡ് പോയത്? പിന്നെന്തോ ഇത്ര വലിയ ഞാൻ വാങ്ങിക്കുമ്പോ പറയുമ്പോ എന്റെ കാശാ. മോള് കാർഡ് വെച്ചേക്കുന്നതിന് പ്രീത എസ് പണിക്കർ കാർഡ് വെച്ചേക്കുന്നതിന് കുഴപ്പമില്ല, എനിക്ക് തരുന്നതിനാണോ കുഴപ്പം? ഞാൻ പ്രീത എസ് പണിക്കറിന്റെ കാശല്ല വാങ്ങിക്കുന്നത്. വി സഹദേവ പണിക്കർ പണ്ട് ജോലി ചെയ്ത കാശാ വാങ്ങിക്കുന്നത്, അല്ലാതെ വേറെ ആരുടെയല്ല ഞാൻ വാങ്ങിച്ചത്. അതാ പറഞ്ഞത്. അത് പ്രീത എസ് പണിക്കറിന്റെ അല്ലെന്ന് തന്നെ പറഞ്ഞത്. അതാ പറഞ്ഞത്. അതാ പറഞ്ഞത്. പൈസ ഒന്നും മുഴുവനും കിട്ടത്തില്ല, എനിക്ക് അവകാശപ്പെട്ട പൈസ മാത്രമേ കിട്ടത്തുള്ളൂ. അതാ പറഞ്ഞത്. സഹദേവൻ ജോലി ചെയ്തിട്ടല്ലേ കിട്ടുന്നത്, അല്ലാതെ നിങ്ങൾ ജോലി ചെയ്ത് എന്റെ കാശാണ് കിട്ടുന്നത്. സഹദേവ പണിക്കർ ജോലി ചെയ്ത് എന്റെ കാശാ കിട്ടുന്നത്, അല്ലാതെ നിങ്ങൾ ജോലി ചെയ്തേ അല്ല. അതാ പറഞ്ഞത്. അതാ പറഞ്ഞത്. അത് പ്രീത എസ് പണിക്കർ അല്ല എനിക്ക് തരുന്നതെന്നാ പറഞ്ഞത്. അത്രേ ഉള്ളൂ. പ്രീത എസ് പണിക്കർ അത് ബാങ്കിന്റെ അടുത്ത് എനിക്ക് എടുക്കാൻ അറിയാൻ വയ്യാത്തോണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് വല്ലവരെയും കൊണ്ട് കളിപ്പിക്കരുത്. കളിപ്പിച്ചു വെച്ച് പോകും. പിന്നെ കളിപ്പിച്ചു വെച്ച് പോകും. നമ്പർ അവർ കയ്യിലെടുത്ത് വെച്ചേ ഞാനങ്ങനെ അതിനുവേണ്ടി കോടികളൊന്നും ഇല്ലല്ലോ. അതിന് എന്തുവാ ഈ 32 എത്ര 30 അത് ഇത്ര രൂപയാ കാശെന്ന് ബാങ്കിൽ അറിയാമല്ലോ. അതിൽ കൂടുതൽ ഇത്ര രൂപ വിഡ്രോ ചെയ്യുമ്പോ ഇത്രയാണെന്ന് അറിയാമല്ലോ, നോക്കി അറിയാമല്ലോ കാശ് കളിപ്പിക്കാന്. അതെ, നമ്മൾ വരുമ്പോ കാശിന് നമ്പർ പലരുടെയും കൊടുത്താലേ നമ്മുടെ ആ കാർഡിന്റെ നമ്പർ അവന്മാർ സൂക്ഷിച്ചെടുത്താലേ പിന്നെ നമുക്ക് കാശ് കിട്ടും. പിന്നെ കാർഡ് വേണ്ടായോ? കാശ് കിട്ടത്തില്ല. പിന്നെ ഒന്നും കാശന്മാർ ഞങ്ങളങ്ങനെ കൊടുക്കത്തില്ലല്ലോ. ഇത് മാസാമാസം വരുന്ന കാശല്ലയോ, അല്ലാതെ എന്നും കിട്ടുന്ന കാശല്ലല്ലോ. എത്രയോ പേരെ അറിയാൻ വയ്യാത്തവരുടെ കളിപ്പിച്ചോണ്ട് പോകുന്നു. ആണോ? കളിപ്പിച്ചോണ്ട് പോകുന്നുണ്ടോ? അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞ എനിക്ക് കുഴപ്പമെന്ന് പറയും. അപ്പൊ അങ്ങനെ കളിപ്പിച്ചോണ്ട് പോകുന്നുണ്ട് കോടികളൊക്കെ അല്ലയോ. അപ്പൊ സൈബർ ക്രൈംസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പോവും. നമ്മള് കാർഡ് കൊടുക്കണ്ട, അല്ലാതെ എടുത്തോണ്ട് പോകുന്നുണ്ട്. കാർഡേ കൊടുക്കണ്ട, അല്ലാത്ത വലിയ കള്ളന്മാരുണ്ട് ഇവിടെ, വലിയ കള്ളന്മാര്. വല്ലവരുടെ ഒരിക്കലും കാശ് കൊടുക്കത്തില്ല. ഞങ്ങൾ തന്നെ അറിയാൻ വയ്യെങ്കിലും എങ്ങനെയാ നിൽക്കണ്ട അതുകൊണ്ട് അറിയാൻ വയ്യാത്തതുകൊണ്ടായി കുഴപ്പം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഏൽപ്പിച്ചത് പൈസ. എന്റെ പൈസ എനിക്ക് കിട്ടുന്നുണ്ട്. അതാ ഞാൻ അതേ പറഞ്ഞുള്ളൂ. വി സഹദേവനും വി കെ രത്നമ്മയും തന്ന കാശേ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അല്ലാതെ പ്രീത എസ് പണിക്കരും കണ്ടവരൊന്നും വാങ്ങിച്ച കാശ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് കണ്ടവരുടെ ഒന്നും കാശ് ഞാൻ വാങ്ങിക്കുന്ന സ്വഭാവക്കാരിയല്ല, വാങ്ങിച്ചിട്ടുമില്ല. എന്റെ പേരിലുള്ള കാശൊന്നും അല്ല വരുന്നത്. അവള് എങ്ങാണ്ടു അവിടെ ഇതിനകത്തുനിന്ന് ഇങ്ങോട്ട് ഇടുമ്പോ അവള് തരുന്ന പോലെ ഇരിക്കും. അത് അവിടെ അല്ല. അപ്പൊ അവള് തരുന്നതാണ്. ഒരു കാലത്തും ഉണ്ടാക്കാനൊക്കത്തില്ല. അത് രേഖയൊന്നും ഉണ്ടാക്കി എനിക്കറിയാൻ പറയാന്. തെളിവായിരുന്നു. റെക്കോർഡാ. ഇത് റെക്കോർഡായിന്. അത് തന്നെ. അത്രയും മതി, അറിഞ്ഞാ മതി. പല പല ചതിയും എത്രയോ അനിയന്മാരും ചേട്ടന്മാരും. എൻ്റെ അച്ഛൻ്റെ അനിയന്മാരൊക്കെ എന്തോ ഒരു നല്ല സ്നേഹമായിരുന്നെന്നറിയോ എൻ്റെ അച്ഛനോട്. അതാ പറഞ്ഞത്, എന്തോ ഒരു സ്നേഹമായിരുന്നു. അതുപോലെ എല്ലാ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ എങ്ങും ഒരിടത്തും സ്നേഹമില്ല. പല പല ക്രിമിനൽ ബുദ്ധിയും കൊണ്ട് നടക്കുന്നവരാ മിക്കതും. ആ ബുദ്ധിയൊന്നും എൻ്റെ അടുക്ക വേണ്ട, ഏതവളായാലും ഏതവനായാലും.